പ്രൈസ് ലോർഡ്. ഇന്നത്തെ വചനചിന്തയിലൂടെ നമുക്ക് രക്ഷയെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് കഴിയും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം എന്തിനു വേണ്ടി എഴുതി? ഈ സുവിശേഷങ്ങൾ എന്തിനു വേണ്ടി നമുക്ക് നൽകപ്പെട്ടു എന്നുള്ളതാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. ഈ തിരുവെഴുത്തുകളെ നാം വായിക്കുമ്പോൾ യേശു യഥാർത്ഥ ദൈവപുത്രനെന്ന് നമുക്ക് വെളിപ്പെട്ടിട്ട് അവൻ്റെ നാമത്തിൽ നാം വിശ്വസിച്ചിട്ട് നമുക്ക് നിത്യജീവൻ ഉണ്ടാകുവാൻ വേണ്ടിയാണ് ഈ തിരുവെഴുത്തുകൾ എഴുതപ്പെട്ടിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ യേശു ഇങ്ങനെ പറയുന്നു: ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനാണ്, അത് സമൃദ്ധിയായി നൽകുവാനാണ്. ഈ ജീവനെ പ്രാപിപ്പാൻ നമുക്ക് ദൈവവചനത്തിൽ വേരൂനാം. യേശു പറഞ്ഞതുപോലെ ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ, പാറമേൽ ഭവനം പണിത മനുഷ്യനെ പോലെ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ദൈവവചനത്തിൽ നമുക്ക് ഉറപ്പിക്കാം. അതിന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഇങ്ങനെ പറയുവാൻ കാരണം, ഈ വേദപുസ്തകത്തിൽ മറ്റ് അനേകായിരം വ്യക്തികളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ രക്ഷയ്ക്ക് കാരണമല്ല. നമ്മുടെ രക്ഷ വരുന്നത് യേശുവിലൂടെയാണ്. അവൻ കാൽവരിയിൽ ചൊരിഞ്ഞ രക്തത്തിലൂടെയാണ് നമ്മുടെ രക്ഷ, നമ്മുടെ വീണ്ടെടുപ്പ് സ്വർഗത്തിലെ ദൈവം ഉറപ്പാക്കുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി വേറൊരു നാമമില്ല. നമുക്ക് രക്ഷയ്ക്കായി വെച്ചിരിക്കുന്ന നാമം യേശു എന്ന നാമമാണ്. അതുകൊണ്ടാണ് റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അങ്ങനെ കർത്താവിൻ്റെ നാമത്തെ അധികമായി നാം അറിയുവാൻ, നാം തിരുവെഴുത്തുകളെ വായിക്കുവാൻ ഇടയായി തീരട്ടെ. അപ്പോൾ ഈ തിരുവെഴുത്തിൽ പറയപ്പെടുന്ന ദൈവിക ജീവൻ നമ്മളിൽ പകരപ്പെടുവാൻ ഇടയായിട്ട് തീരും. യേശു പറഞ്ഞതുപോലെ സമൃദ്ധിയായ ജീവൻ ഈ ദിവസങ്ങളിൽ നമ്മുടെ മേൽ വ്യാപരിപ്പാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവവരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.